all, this is Cock. Kannappa. ഡയറക്ടർ മുകേഷ് കുമാർ സിംഗ് ദൂരദർശനിലേക്കൊരു വാഗ്ദാനം. ഇപ്പോഴല്ല, ടൈം ട്രാവൽ ചെയ്തിട്ട് ഒരു 10-20 വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ ദൂരദർശനിലേക്കൊരു വാഗ്ദാനം. വൈഫൈ ഒക്കെ ഉണ്ട്, പാസ്വേഡ് 2255. അപ്പോൾ മുകേഷ് കുമാർ സിംഗ് എന്ന് പറയുന്ന ഏതോ ഒരാളാണ് ഈ കണ്ണപ്പ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, തെലുങ്കിലെ ലെജൻഡറി നടൻ മോഹൻ ബാബു ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അദ്ദേഹത്തിൻ്റെ മകൻ ആയിട്ടുള്ള വിഷ്ണു മഞ്ചോ ആണ് ഇതിലെ നായകൻ. ഉണ്ണാക്കനായിട്ടുള്ളൊരു നായകൻ, ഒരു കഥാപാത്രം, അവരുടെ മൊണ്ണപ്പ, അതാണ് ഇതിൽ വിഷ്ണു മഞ്ചുവിൻ്റെ സിസ്റ്ററായിട്ടുള്ള ലക്ഷ്മി മഞ്ചോ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മറ്റേ മോൺസറിലെ ഒന്തോൾക്ക് ദോടിയുള്ള ഇറുക്ക്, ലാട്ടം പിന്നെ ഫുൾ ടൈം ദാടിയാണല്ലോ കുറേ കാലമായിട്ട്. ഒന്തോൾക്ക് ദോടിയുള്ള ഇറുക്ക് എന്താ ദാടിയുള്ള മറ്റേ അതിൽ ലെസ്ബോ ആയിട്ട് അഭിനയിച്ച ആ പുള്ളിക്കാരിയാണ് മോഹൻ ബാബുവിൻ്റെ മകൾ ഈ പടത്തിലുണ്ട്, ഈ വിഷ്ണു മഞ്ജുവിൻ്റെ സിസ്റ്റർ. ഇനി വേറെ ഒരുത്തനുണ്ട്, മനോജൻ മഞ്ജു. ഈ മനോജൻ മഞ്ജു കുറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതാ അവൻ്റെ അഭിനയം കാരണം. മിക്കവാറും ഈ പടത്തോടു കൂടി മോഹൻ ബാബു ഈ വിഷ്ണു മഞ്ജുവിനെ കൂടെ ചവിട്ടി പുറത്താക്കും. മലയാളിയായിട്ടുള്ള സ്റ്റീഫൻ ദേവസ്യ ആണത്ര ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എന്ത് ഊള പരിപാടിയാണ് ബ്രോ, എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. പടം അങ്ങനെയാണ്, ഇതൊരു ഡിവോഷണൽ മിഥിക്കൽ മറ്റേ അങ്ങനത്തെ സാധനമാണ്. അപ്പോൾ ഇതിൽ എന്തും കാണിക്കാം. ഇപ്പോൾ അതായത് നമ്മൾ പഴയ ദൂരദർശനിൽ കാണുന്ന സാധനമല്ലേ, അമ്പെയ്യുന്നു, അമ്പ് പിളരുന്നു, ശിവലിംഗം കാണിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ശിവൻ പ്രത്യക്ഷപ്പെടുന്നു, പാർവതി പ്രത്യക്ഷപ്പെടുന്നു, അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ അങ്ങനത്തെ സിനിമയിൽ എന്തും കാണിക്കാം, ഫാൻറ്റസിയാണല്ലോ, അപ്പോൾ എന്തും കാണിക്കാം, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. പക്ഷേ കാട്ടവരാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലങ്കൾട്ട് കാട്ടവരാതം, അത് ഞാൻ 3 മണിക്കൂറുണ്ട് പരിപാടി. പക്ഷേ മലങ്കൾട്ടായിട്ട് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. കാരണം ഇതിൽ കാണിക്കുന്ന പരിപാടികൾ വെച്ച് കഴിഞ്ഞാൽ 916 മലങ്കൾട്ടാണ്. അതായത് നിങ്ങൾ നോർമലായിട്ട് പോയിട്ട് കാണാം, നടൻ അടിച്ചിട്ടും കാണാം, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ശരി, നിങ്ങൾക്ക് കണ്ടിട്ട് മലങ്കൾട്ടായിട്ട് ആസ്വദിക്കാം. അതായത് സംഭവം അരോചകമാണ്, ക്രിഞ്ച് ഫെസ്റ്റാണ്. ലാസ്റ്റ് നായകൻ കണ്ണൊക്കെ ചൂഴ്ന്നിട്ട് മറ്റേ ഇന്ദിരനില്ലേ രജനീകാന്ത് മറ്റേ ഇന്ദിരന് കണ്ണ് ഫിറ്റാക്കില്ല അതുപോലെ 2 കണ്ണൊക്കെ ചൂഴ്ന്നിട്ട് നായകൻ ഒരു കണ്ണ് ചൂഴ്ന്ന് കണ്ണ് ഫിറ്റാക്കും. അങ്ങനെ ശിവലിംഗത്തിൻ്റെ മുകളിൽ ഇതിൽ മൊത്തം ഇത് AI-യിലാണ് എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ കുറേ AI വീഡിയോസ് കാണുന്നില്ലേ, അതുപോലത്തെ AI വീഡിയോസ്. ഇത് പ്രഭാസുണ്ട്, ലാലേട്ടനുണ്ട്, അക്ഷയ് കുമാറുണ്ട്, കാജൽ അഗർവാളുണ്ട്, പിന്നെ പറഞ്ഞ മോഹൻ ബാബു ഉണ്ട്, അദ്ദേഹത്തിൻ്റെ മോനുണ്ട്, നായകൻ കഥാനായകൻ വിഷ്ണു മഞ്ച, അതിനുണ്ട്. എല്ലാം AI-യിൽ കാണുന്ന വീഡിയോ ഒരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയില്ല. മനസ്സിലായോ? നമ്മളിപ്പം കുറേ ഇൻസ്റ്റയിലും ഇതിലൊക്കെ വരുന്നില്ലേ കുറേ AI വീഡിയോസ്, അതുപോലത്തെ ഒരു വീഡിയോ. പ്രഭാസിൻ്റെ മുഖം പ്രഭാസല്ല, വേറെ ഏതോ ഒരാൾ, പ്രഭാസിനെ പോലത്തെ ആരോ ഒരാൾ AI-യിൽ ക്രിയേറ്റ് ചെയ്ത പോലത്തെ ഒരു 200 കോടി തന്നെ ബജറ്റ്, 200 കോടി എവളോ അങ്ങനെ പ്രഭാസിനെയൊക്കെ AI ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ലാലേട്ടൻ്റെ കാര്യം ഞാൻ പറയാം. അങ്ങനെയുള്ള ഒരു പടം, അതാണ് കണ്ണപ്പ. അപ്പോൾ വൈഫൈൻ്റെ കാര്യം മറക്കണ്ട, 2255 കണ്ണപ്പ. അപ്പോൾ അക്ഷയ് കുമാർ ശിവനാണ്, നമ്മുടെ കാജൽ അഗർവാൾ പാർവതി. അപ്പോൾ ഇവരെ വെച്ചിട്ടാണ് സിനിമ ആരംഭിക്കുന്നത്. അപ്പോൾ അക്ഷയ് കുമാറിൻ്റെ തല മാത്രമേ ഉള്ളൂ, ബാക്കി എന്തോ കാർഡ്ബോർഡിലങ്ങ് വെട്ടി വെച്ചതാണ്. കുറേ പാക്സ് ഒക്കെ ഉണ്ട്, അങ്ങനെ കാർഡ്ബോർഡിൽ വെട്ടി വെച്ച അക്ഷയ് കുമാർ കില്ലാടി. അപ്പം ഈ കില്ലാടി എന്തൊക്കെയോ പറയുന്നു. അങ്ങനെ ഉള്ളൊരു പരിപാടിയാണ് തുടങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 25 വർഷത്തിന് ശേഷം നായകൻ വലുതാവണല്ലോ, ആര്, കണ്ണപ്പ, ഇത് വലുതാവണല്ലോ. അപ്പോൾ അതിന് മുമ്പ് ചെറുപ്പകാലമൊക്കെ ഉണ്ട്. ചെറുപ്പകാലത്തിൽ ദൈവമുണ്ടെങ്കിലോ ദൈവത്തിലെ കൊന്നനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഡയലോഗും പരിപാടിയൊക്കെ ഉണ്ട്. ചെറുപ്പകാലം കാണിക്കുക നായകൻ്റെ. പിന്നെ ശരത് കുമാറുണ്ട്. ശരത് കുമാർ പുള്ളിയുടെ ലുക്കെല്ലാം കൊള്ളാം, പക്ഷേ ഈ പൊട്ടപ്പടത്തിൽ ഒരു കാര്യമില്ല, ചുമ്മാ ശരത് കുമാറുണ്ട്. ശരത് കുമാർ എന്തൊക്കെയോ അഭിനയിച്ച് കാണിക്കുന്നു.
അച്ഛാ മഖ അങ്ങനെ കഥാനായകൻ കണ്ണപ്പ വലുതാവുകയാണ്. അങ്ങനെ വലുതായ കഥാനായകൻ ഒരു സംഭവം ചെയ്യുകയാണ്. പുലിമുരുകനുള്ള മുറുകനെ പോലെ ലാലേട്ടൻ്റെ അതുപോലെ ഇദ്ദേഹം പുലിയെ പിടിക്കുകയാണ്. പുലിയുടെ കഴുത്തിലേക്ക് ഒരു വടി വടി കുത്തി കാറ്റുവാണ്. ആര്? ഇദ്ദേഹത്തിൻ്റെ പേര് കണ്ണപ്പൻ എന്ന അവസാനം വരുന്നത്, മനസ്സിലായോ? അതിന് മുമ്പ് തിണ്ണം എടുക്കുകയാണെങ്കിൽ തിണ്ണൻ, അതാണ് കണ്ണപ്പൻ. ഇവൻ കഥാനായകൻ വിഷ്ണു മാഞ്ചോ, ഇവൻ ഈ കണ്ണപ്പൻ, അതായത് തിണ്ണൻ പുലിയുടെ വാരിയെല്ലെടുത്തിട്ട് എന്തുണ്ടാക്കും? വില്ലുണ്ടാക്കും. വില്ല് മറ്റേ വില്ലുണ്ടാക്കും. എന്നിട്ട് പിന്നെ ആരോ, അമ്പ് എന്തുകൊണ്ടുണ്ടാക്കുന്നത്? മാനിൻ്റെ എല്ലുകൊണ്ട് അമ്പ്, പുലിയുടെ എല്ലുകൊണ്ട് വില്ല്. അപ്പോൾ അത് കാണാൻ ഭയങ്കര ക്രിഞ്ച് സാധനം വെച്ചിട്ട് ഇയാൾ നടക്കുന്നത്. ആര്? തിണ്ണൻ. പിന്നെ ഐശ്വര്യ ഉണ്ടല്ലോ, നടി, നരസിംഹത്തിലേക്കുള്ള മോഹൻലാലിൻ്റെ നായികയായിട്ട് അഭിനയിച്ച ലാലേട്ടൻ്റെ പരട്ട കടവയായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നരബല്ലി അത് ബല്ലി എന്നെല്ലാം പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇനി നായികയുടെ എൻട്രിയാണ് പ്രീതി മുകുന്ദൻ വിത്ത് വയർ കാണിക്കും. കാരണം തമന്നേനെ പോലെ നമ്മുടെ ബാഹുബലിയിൽ അങ്ങനത്തെ കുറേ സീൻസ് ഉണ്ട്. ഇതിനകത്ത് കുറേ ബാഹുബലി സീൻസ് ഉണ്ട്, ഞാൻ പറയാം. അപ്പോൾ പ്രീതി മുകുന്ദൻ്റെ പേരൊന്നും ഇതിനകത്തൊന്നുമില്ല, ബുക്ക് മൈ ഷോയിലും എവിടെയില്ല. അപ്പോൾ നമ്മൾ സ്ത്രീകളാണ് വാള് പിടിക്കേണ്ടത്, നമ്മൾ കുലസ്ത്രീകൾ, കുലമഹിമ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഡയലോഗ് അടിക്കും ഈ കഥാനായിക വന്നിട്ട്. പിന്നെ നായകൻ വേട്ടാവളിയൻ, ഈ പറഞ്ഞ മൊണ്ണേഷ് കുമാർ, പുള്ളിയായിട്ടുള്ള കുറേ സീൻസ് ഉണ്ട്. അതായത് നേരത്തെ പറഞ്ഞ ബാഹുബലിയിലെ തമന്നയുടെ സീനുണ്ടല്ലോ, പ്രഭാസും തമന്നയും കൂടിയിട്ടുള്ളത്, അവളെ അൺവെയിൽ ചെയ്യുന്ന അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ, അവളുടെ ഇമോഷൻസിനെ ഇവോക്ക് ചെയ്യുന്ന അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ബാഹുബലി 2-ലുള്ള വിരൽക്കൽ 4 മറ്റേത് വെച്ചിട്ട് അമ്പെയ്ത്ത് പഠിപ്പിക്കില്ല, അത് പനന്നൊക്കെ ഈ നായകനെ കൊണ്ട് അടിച്ചിടിക്കുന്നുണ്ട്. അങ്ങനത്തെ കുറേ സെറ്റപ്പൊക്കെ ഉണ്ട്. അയ്യോ. ബ്രഹ്മാനന്ദനുണ്ട്, സദാശിവൻ കൊണ്ടാലു പരട്ടസ്വാമി എന്നാണ് പേര്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള നായകൻ്റെ അച്ഛനായിട്ടുള്ള മോഹൻ ബാബു തന്നെ ഭയങ്കര ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. പിന്നെ ഭയങ്കര മാസ് BGM ഒക്കെ ഇട്ട്. പിന്നെ ആണെങ്കിൽ വില്ലൻ വരുന്നു, കാട്ടുപെണ്ണിൻ്റെ വെള്ളം വേണമെന്ന്. എന്ത് വേടാ പറയുന്നത്? എന്ത് ക്രിഞ്ച് ഡയലോഗ് അത്? കാട്ടുപെണ്ണിൻ്റെ വെള്ളം വേണമെന്ന്. എന്തിന് കാട്ടുപെണ്ണിൻ്റെ വെള്ളമോ? അപ്പോൾ പിന്നെ നായകൻ പോയിട്ട് അടി ഉണ്ടാക്കുന്നു. തിണ്ണം പോയിട്ട് തിണ്ണമെടുക്ക് കാണിക്കുക, അടി ഉണ്ടാക്കുന്നു, കച്ചറ ഉണ്ടാക്കുന്നു. പിന്നെ ഒരു വില്ലൻ്റെ വരവാ. വില്ലൻ്റെ അനിയനെയാണ് ഈ മറ്റേ മൊണ്ണേഷ് കുമാറായിട്ടുള്ള തിണ്ണൻ അടിക്കുന്നത്. അപ്പം അനിയൻ പറയാം, എൻ്റെ അണ്ണൻ ആരാന്ന് അറിയുമ്പോടാ, എൻ്റെ അണ്ണൻ വായു ലിംഗത്തിലെടുക്കുമ്പോടാ. അതെന്താ പരിപാടി? വായു എങ്ങനെ ലിംഗത്തിലെടുക്കുന്നേ? എനിക്ക് എന്തെന്താ ഹൈഡ്രജൻ ബലൂണോ? ഇതെന്താ സംഭവം? എന്താ എൻ്റെ അണ്ണൻ വായു ലിംഗത്തിലെടുക്കുമ്പോട്ടോ എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കാം ആരെ? തിണ്ണനെ. ഇനി ഈ സിനിമയിലെ കുറച്ച് ഡയലോഗ്സ് ആണ്. എന്തിനാതൊന്നും പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാനങ്ങ് പറയുവാണ് ഡയലോഗ്സ്. വാണം എന്തിനാ? മതം പൊട്ടി ആനയെ സിംഹം കൊല്ലും, ചെറുതാരങ്ങ എറിയുന്നു മത്തൻ വിളയുന്നു, വായുലിംഗം മദ്യഗാനം സംരക്ഷിക്കണം, നിശ്ചയ താംബൂലം പന്നഗ്രാമം. ഈ തിണ്ണനിറങ്ങിയിട്ടുള്ള ഈ മൊണ്ണേഷ് കുമാറിൻ്റെ പരിപാടികളാണ്. നായിക നെഞ്ചിൽ കുത്താൻ നോക്കുക. അപ്പോൾ ഈ മൊണ്ണേഷ് പറയണേ, നീ എൻ്റെ നെഞ്ചിൽ കുത്തരുത്, കാരണം എൻ്റെ നെഞ്ചിൽ നീയാണ്. നസീറിൻ്റെ കാലത്തുള്ള സിനിമയിലുള്ള ഡയലോഗ് അതൊക്കെ. ഇതൊക്കെയാണ് ഈ പറഞ്ഞ പടം കണ്ണപ്പ. പിന്നെ തിണ്ണനും നായികയായിട്ടുള്ള കുറേ സോങ്സും പരിപാടിയൊക്കെ ഉണ്ട്. കുറേ സോങ്സ് ഉണ്ട് ഈ പടത്തിൽ. പിന്നെ മുകേഷ് ഋഷി, അങ്ങനെ പറഞ്ഞാൽ അറിയില്ല, സ്ഥിരമായിട്ട് പാകിസ്ഥാൻ തീവ്രവാദിയായിട്ട് അഭിനയിക്കുന്ന പുള്ളിയൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ സീൻസ്. പിന്നെ നായികയ്ക്ക് വേണ്ടി അടി, യുദ്ധം ചെയ്യൽ. നിമാളി എന്നാണ് നായികയുടെ പേര്. നിമാളിയെ നീ എടുക്കുമെട്ട, നിന്നെ കൊല്ലുമെട്ട, ഗ്രേ 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 ഗ്രേ. എങ്ങനെ നായകൻ്റെ ഈ പറഞ്ഞ ഈ വാണേഷ് കുമാറിൻ്റെ കുറേ മറ്റേ യുദ്ധം, മല്ലയുദ്ധം, ശരത് കുമാറിൻ്റെ നാടകാഭിനയം, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. ഇനി അദ്ദേഹത്തിൻ്റെ വരവാണ്. ആരാണത്? മലയാളത്തിൻ്റെ മോഹൻലാൽ, അദ്ദേഹത്തിൻ്റെ വരവാണ്. ദ്വാപര യുഗത്തിലാണ് വരുന്നത്. ദ്വാപര യുഗത്തിൽ ഷിഫ്റ്റാണ്, യുഗം മാറി, ടൈം ട്രാവൽ ചെയ്ത് ദ്വാപര യുഗത്തിലേക്ക് പോയി. ഇന്ദ്രനീലാദ്രി, അവിടെയാണ് ലാലേട്ടൻ വരുന്നത്.
വാണമടിയിൽ നിനക്കെന്നെ വാണമടിയല്ല, വാണം കൊണ്ട് നിനക്കെന്നെ ജയിക്കാനാവില്ല. അതായത് അമ്പയത്തിൽ അമ്പ് വിട്ടിട്ട് നിനക്കെന്നെ ജയിക്കാനാവില്ല. ആരുടെ പറയുന്നത്? ഈ കണ്ണപ്പയുടെ അടുത്ത്. കണ്ണപ്പയുടെ അമ്പിൻ്റെ ഉള്ളക്കോടെ ലാലേട്ടൻ അമ്പ് ചെയ്ത് ആ അമ്പിനെ സ്പ്ലിറ്റാക്കി ലാലേട്ടൻ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന സ്ഥലത്താണ് ഫസ്റ്റ് ഹാഫ്. അത്രേ ഉള്ളൂ ലാലേട്ടൻ, പിന്നെ ഇല്ല കേട്ടോ. നിങ്ങൾ ലാലേട്ടനെ കാണണം എന്ന് ഡൈഹാർഡ് ഫാൻസിനുണ്ടെങ്കിൽ പടത്തിൻ്റെ ടൈം നോക്കുക. ഫസ്റ്റ് ഹാഫ് ഏകദേശം നമുക്ക് ഊഹിക്കാമല്ലോ, 3 മണിക്കൂർ പടം. 1.5 മണിക്കൂറിന് കുറച്ച് മുമ്പ്, അരമണിക്കൂർ മുമ്പ് കയറി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പരിപാടി കാണും. വാണം. ഇനി അടുത്ത ആളുടെ വരവാണ് പ്രഭാസ്, ദ പാൻ ഇന്ത്യൻ സ്റ്റാർ. പുള്ളി വന്നിട്ട് എന്തൊക്കെയോ കാണിക്കും, എന്തൊക്കെയോ ഡയലോഗ്സ് കുറേ നേരം. ഞാൻ പറഞ്ഞ വീഡിയോ പോലെ പ്രഭാസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഏതോ വീഡിയോ ക്രിയേറ്റ് ചെയ്ത ഏതോ ഒരാൾ പുള്ളി ഇങ്ങനെ ഫൈറ്റ് ചെയ്യും. ഇങ്ങനെ ഫൈറ്റ് പൂച്ചസാറിനെ പോലെയാണ്. പൂച്ചസാറിന് റിഫ്ലക്സ് കൂടുതലാണല്ലോ. ഇപ്പോൾ പതുക്കെ കാണാൻ പറ്റുമല്ലോ, സ്ലോ മോഷനിലെ പൂച്ചസാർ കാണാം. നോർമലായിട്ടുള്ള മറ്റ് ആനിമൽസിൻ്റെ മനുഷ്യൻ്റെ ഒക്കെ പിന്നെ റിഫ്ലക്സ് അങ്ങനെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ തട്ടിക്കളിക്കുമോ ആരും കണ്ണപ്പേനെ. പിന്നെ ഒളിച്ചു നിന്നൊക്കെ വരിക പ്രഭാസ്. അങ്ങനെയുള്ള പ്രഭാസിൻ്റെ കുറേ പരിപാടി. പിന്നെ അഭിഷേക പാൽ, രുദ്ര എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയും. എന്തോ മലങ്കൾട്ടായിട്ട് ഇങ്ങനെ കാണുമോ. അത് വേറെ വഴിയില്ല. കണ്ണൻ, കണ്ണപ്പൻ, അർജുനൻ, തിണ്ണൻ എന്ന് പറഞ്ഞ ക്ലൈമാക്സിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. കണ്ണൊക്കെ ചൂഴ്ന്ന് എന്തൊക്കെയോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലിംഗോൽപത്തി, ഇങ്ങനെ എന്തൊക്കെയോ പറയാ. കമ്പ എൻ്റെ ശിവനെ എന്ന് വിളിച്ചു പോയി പടം കണ്ടപ്പോഴും. അതുപോലത്തെ ഒരു മലങ്കൾട്ട സാധനം, സിംപ്ലി മലങ്കൾട്ടാണ്. അങ്ങനെ കാണണമെങ്കിൽ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാട്ടവരാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക കാട്ടവരാത. പക്ഷെ മലങ്കൾട്ടായിട്ട് കാണാനുള്ള കുറേ ഉണ്ട്. അതായത് നമ്മൾ പണ്ട് ടൈം ട്രാവൽ ചെയ്തിട്ട് ദൂരദർശനിലൊക്കെ കണ്ടിട്ടുള്ള സീരിയൽസ് ഇല്ലേ, ഈ മഹാഭാരത ബേസ്ഡ് സീരിയൽസ്, അതുപോലത്തെ ഒരു സാധനം ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഇവിടെ 2025. സമ്മതിക്കണം. CGI എന്ന് കണ്ടാൽ പറയേ വേണ്ട. പാമ്പൊക്കെ എഴുതുന്നുണ്ട്. പാമ്പ് എന്നിട്ട് ഏറെക്കൂടെ പാമ്പ് ഭൂമിയിൽ കൂടെ എഴയുന്നത്. പക്ഷെ ഭൂമിയിൽ പാമ്പിൻ്റെ വയറ് തുടർന്നില്ല. കാരണം ഇത് ചെയ്തവനെ പൊങ്ങിപ്പോയി. തുടരണ്ടേ. അങ്ങനത്തെ CGI ആണ്. അങ്ങനത്തെ ഒരു പരിപാടി. പിന്നെ എന്താ ഇത് അടിച്ചു മാറ്റിയെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പ്രഭാസ് ഫാൻസോ ലാലേട്ടൻ ഫാൻസോ ആരൊക്കെ ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റിയത് ഒറ്റ കാരണം കൊണ്ടായിരിക്കും, ഇത് റിലീസ് ചെയ്തായിരിക്കാൻ. കാരണം അതുപോലത്തെ കട്ടവരതാണ്. മലങ്കൾട്ടായിട്ട് ഞാൻ 3 മണിക്കൂർ ആസ്വദിച്ചിട്ടുണ്ട്. ഇതാണ് കണ്ണപ്പ.